എന്താണ്, എന്തുകൊണ്ട് എന്ന വാക്കിന് പകരമായി ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് അതെങ്ങനെ ഉപയോഗിച്ചു വരുന്നു, ഇതൊക്കെ അറിയാൻ ഈ വീഡിയോ സഹായിക്കും. കാരണം കണ്ടെത്താൻ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്? അതിനായി ഒന്നിൽ കൂടുതൽ രീതികളുണ്ട്. അതിൽ ഒന്നാണ് ക്യോം. എന്തുകൊണ്ട് ഈക്വൽ ടു ക്യോം. ക്യോം എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട്. ക്യാ കാരൺ എന്താ കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യം. ക്യാ ബാത്ത്. ക്യാ ബാത്ത് എന്താ കാര്യം എന്ത് കാര്യം. കിസ് വജഹ് സെ അല്ലെങ്കിൽ വജഹ് സെ എന്ത് കാരണത്താലാണ്. ഇവയൊക്കെ വാക്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ സന്ദർഭമനുസരിച്ച് സ്ട്രക്ചർ അല്പം മാറി മാറി വരും. സ്ട്രക്ചർ ശ്രദ്ധിക്കാതെ ശരിയായ വാക്കുകൾ ഉപയോഗിച്ചും ആശയവിനിമയം നടത്താൻ പറ്റും. ഞാനിപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണെന്ന് കരുതുക, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? മുഖത്തിന് ചെഹര. ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കുമ്പോൾ നിന്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അങ്ങനെയും ചോദിക്കാം. ഇതിലെങ്ങനെ ചോദിച്ചാലും ഉത്തരം തരുന്ന ആളിന് സാധാരണയായി ഒരു ഉത്തരമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഉത്തരം പറയാനും ഒന്നിൽ കൂടുതൽ രീതികൾ ഉണ്ടെങ്കിലും സാധാരണയായി അതിൻ്റെ ആവശ്യം ഇല്ല. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ശരിയായ രീതിയിൽ എങ്ങനെയാ ഉത്തരം പറയുന്നത്, അത് ഒന്ന് പഠിപ്പിക്കണേ എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, വലിയ നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ നിനക്ക് ഉത്തരം പറയാം. ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമെങ്കിൽ അതാണ് മെച്ചം. ഇനിയും ബോഡി ലാംഗ്വേജ് കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ അതിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. ഇതിന് ശേഷം ആരോ ശിഷ്യനോട് ചോദിച്ചു, കാപ്പി കുടിച്ചോ? നീ കാപ്പി കുടിച്ചോ? അപ്പോൾ ഉത്തരമായി പറഞ്ഞത്, ഞാൻ കുളിച്ചു എന്നാണ്. അപ്പോൾ ചോദിച്ച ആള് ഒരല്പം അത്ഭുതത്തോടെ ഗുരുവിനെ നോക്കി. അപ്പോൾ എങ്ങനെ മോശമില്ലാത്ത ഒരു രീതിയിൽ ഹിന്ദിയിൽ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും കാരണം ചോദിച്ചറിയണമെങ്കിൽ ചോദിച്ചറിയാൻ പറ്റും? അത് നമുക്ക് നോക്കാം. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇത് ചോദിക്കുവാൻ മുഖത്തിന് ചെഹര, മറ്റു വാക്കുകൾ ഉണ്ടെങ്കിലും സാധാരണ ചെഹര ഉപയോഗിക്കാം. വാടിയിരിക്കുന്നതിന് മുർഛായാ ഹുവ എന്ന. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ ക്യോ എന്ന വാക്ക് തുടക്കത്തിലോ ഇടയ്ക്കോ ഒടുവിലോ ഒക്കെ ആയി വരാം, കുഴപ്പമില്ല. ക്യോ തേര ചെഹര മുർഛായ ഹുവാ ഹേ. തേര ചെഹര ക്യോ മുർഛായ ഹുവാ ഹേ. തേര ചെഹര മുർഛായ ഹുവാ ഹേ. ക്യോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനിയും നിന്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്പം വ്യത്യാസം സ്ട്രക്ചറിൽ വരും. അപ്പോൾ ഇങ്ങനെയാകും, തേരെ ചെഹരെ കാരൺ ക്യാ ഹെ. കേയോ കായോ ഉപയോഗിക്കാം. അപ്പോൾ ചോദ്യങ്ങൾ പല വിധത്തിലാകാം, ഉത്തരം ഒരു രീതിയിൽ. അപ്പോൾ ചോദ്യങ്ങൾ പല വിധത്തിലായാലും ഉത്തരം ഒരു രീതിയിൽ നൽകാൻ പറ്റും. പക്ഷേ ഹിന്ദിയിൽ സാധാരണയായി മുർഛായ ഹുവായേക്കാളിലും കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഉത്തര. ചെഹര ഉത്തര. ക്യോം തേര ചെഹര ഉത്തര. ഇതാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇറങ്ങി അല്ലെങ്കിൽ താണിറങ്ങി എന്നുള്ള ഒരർത്ഥത്തിലാണത്. നമ്മൾ മലയാളത്തിൽ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിന്റെ മുഖം താണിറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിന്റെ മുഖം ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്. എന്തായാലും ആശയം അല്ലെങ്കിൽ സന്ദേശം, ഉദ്ദേശം ഒന്നു തന്നെയാണ്. തേര ചെഹര മുർഛായ ഹുവ അല്ലെങ്കിൽ തേര ചെഹര ഉത്തരാഹുവ. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചറിയുവാനായിട്ട് ഉള്ളതായ സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്യോ എന്ന വാക്ക് ചേർത്ത് മലയാളത്തിലെ എന്തുകൊണ്ട് എന്ന വാക്കിന് സമമായി
ചോദിക്കാം.